ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ഇംഗ്ലീഷിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 60 ദിവസം കൊണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് കിട്ടുമോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും. ഉറപ്പായിട്ടും കിട്ടും. ഈ 60 ദിവസം എന്നൊക്കെ ഉള്ളത് ഒരു വലിയ ടൈമാണ്. നമ്മൾ ഡെയിലി ഒരു 2 മണിക്കൂറൊക്കെ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അത് കുറച്ച് സ്ട്രാറ്റജിയും കോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലേണേഴ്സ് ഫ്രണ്ട്ലിയെ തന്നെ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജനുവരിയിലുള്ള എക്സാമിന് 400ഓളം കുട്ടികളാണ് ഇംഗ്ലീഷിന് പാസ്സായത്. ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു റിസൾട്ടായിട്ടാണ് വരുന്നത്. ഈ ഒരു 4 വർഷമായി ലേണേഴ്സ് ഫ്രണ്ട്ലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 4 വർഷത്തിന് ഉള്ളിൽ തന്നെ 1000-ലധികം കുട്ടികൾ ഇംഗ്ലീഷിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യത്തിൻ്റെ രീതി അറിഞ്ഞ് പഠിക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാൻ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കുന്നത്. ഇംഗ്ലീഷും ജനറൽ പേപ്പറും ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ക്രാഷ് കോഴ്സിന് 1000 രൂപയാണ് ഫീസ് വെച്ചത്. ഈ സെറ്റിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1000 രൂപയ്ക്ക് ആ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഹോൾ സിലബസ് പഠിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത്രയും ചുരുങ്ങിയൊരു ഫീസ് മാത്രമേ നമ്മൾ ക്രാഷ് കോഴ്സിന് വെക്കുന്നുള്ളൂ. അപ്പോൾ സമയം കളയാണ്ട് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് കാണുന്നവർ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും ചെയ്യണം. ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും ചെയ്താൽ മതി. നമ്മുടെ കമൻറ്റ് സെക്ഷൻ എപ്പോഴും ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് തിരഞ്ഞു പിടിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫിയർഫുൾ സിമെട്രി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഈ ഫിയർഫുൾ സിമെട്രി ഇതിനൊരു ഉപജ്ഞാതാവുണ്ട്. ഒരാൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഫിയർഫുൾ സിമെട്രി. ആരാണെന്നറിയാവോ? നോർത്രോപ്പ് ഫ്രൈ. ഒരു കനേഡിയൻ ലിറ്റററി ക്രിട്ടിക്കാണ് നോർത്രോപ്പ് ഫ്രൈ. അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ് ഫിയർഫുൾ സിമെട്രി. ഇതിലൂടെ മറ്റൊരു പോയറ്റിൻ്റെ വർക്കുകളെയാണ് ഇദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ആരെയാണെന്നറിയാവോ? വില്യം ബ്ലെയ്ക്കിൻ്റെ പോയട്രിയുടെ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ടാണ് നോർത്രോപ്പ് ഫ്രൈ ഫിയർഫുൾ സിമെട്രി എന്നുള്ള പുസ്തകം എഴുതിയത്. ഏത് വർഷമാണ് എഴുതിയത്? 1917. അപ്പോൾ ഈ ഫിയർഫുൾ സിമെട്രിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ചോദിക്കാം? ആ ബുക്ക് എഴുതിയത് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. നോർത്രോപ്പ് ഫ്രൈ ഏത് പോയറ്റിനെയാണ് അതിലൂടെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഏത് ഇയറാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതെന്നും ചോദിക്കാം. അതേപോലെ തന്നെ ഇദ്ദേഹം ഏത് രാജ്യത്തെ ക്രിട്ടിക്കാണ്? കനേഡിയൻ ലിറ്റററി ക്രിട്ടിക്കാണ് നോർത്രോപ്പ് ഫ്രൈ. അപ്പോൾ ഒരു പേരിൽ തന്നെ നമ്മൾ 4 പോയിന്റുകൾ പഠിച്ചു. ഇങ്ങനെ വേണം നമ്മൾ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഓഥറിൻ്റെ പേരെടുത്ത് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യുന്ന ബുക്കുകൾ നമ്മൾ നോക്കണം, മെയിനായിട്ടുള്ള ഇയേഴ്സ് നോക്കണം, അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റ് റൈറ്റേഴ്സ് ആരാണ് എന്നും കൂടി പഠിക്കണം. ഒരു കോച്ചിങ്ങിൻ്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നോട്ട്സും കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് മേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ സമയമുള്ളവർ അങ്ങനെ പഠിക്കുക. കാരണം സിലബസ് എടുത്തിട്ട് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ പഠിക്കുക. സമയക്കുറവുള്ള ആൾക്കാർ എന്തായാലും ജോയിൻ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്ക് അനാട്ടമി ഓഫ് ക്രിറ്റിസിസം ആണ്. അനാട്ടമി ഓഫ് ക്രിറ്റിസിസം എന്നുള്ളത് ആരുടെയാണ്? അനാട്ടമി ഓഫ് ക്രിറ്റിസിസവും നോർത്രോപ്പ് ഫ്രൈയുടെ തന്നെയാണ്. അദ്ദേഹം ഇതിലൂടെ 4 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ജോണേഴ്സിനെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അനാട്ടമി ഓഫ് ക്രിറ്റിസിസത്തിൽ പറയുന്നത്. അതിൽ കോമഡിയെ സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് പറയുന്നു. ട്രാജഡിയെ ഓട്ടമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നു. റൊമാൻസിനെ സമ്മറായിട്ട് കണക്ട് ചെയ്ത് പറയുന്നു. ഐറണിയും സാറ്റയറും വിൻ്ററുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നു. അപ്പോൾ 4 സീസണിനെ 4 ജോണറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അനാട്ടമി ഓഫ് ക്രിറ്റിസിസത്തിൽ നോർത്രോപ്പ് ഫ്രൈ പറയുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചുവല്ലോ. അതായത് അനാട്ടമി ഓഫ് ക്രിറ്റിസിസം എന്നുള്ള ടേമിൽ ചോദിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെയാണ്? ആരാണ് അതിൻ്റെ വക്താവ് എന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ ലിറ്ററേച്ചറിനെ സീസണായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ സീസണാണ്? കോമഡിയെ സ്പ്രിങ്ങായിട്ട്, ട്രാജഡിയെ ഓട്ടമായിട്ട്, റൊമാൻസിനെ സമ്മറായിട്ട്, ഐറണിയും സാറ്റയറിനെയും വിൻ്ററുമായിട്ടും കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ലിറ്ററേച്ചറിൽ പറയുന്ന 2 ടേമുകളുണ്ട്, സെൻട്രിപീറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ. ഈ ടേംസ് റിലേറ്റ് ചെയ്യുന്നത് നോർത്രോപ്പ് ഫ്രൈനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും ചോദിക്കാം, ഈ കോയിൻ ചെയ്തത് ആരാണെന്നൊക്കെ ചോദിക്കാം.
കോയിൻ ചെയ്തതല്ല, കോയിൻ ചെയ്തത് ന്യൂട്ടനാണ് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവങ്ങൾ കോയിൻ ചെയ്തത്. ലിറ്ററേച്ചറിൽ സെൻട്രിപിറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ എന്നുള്ളത് ക്രിറ്റിസിസത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നോർത്രോപ്പ് ഫ്രയറാണ് കേട്ടോ. ക്രിട്ടിക്കൽ മെത്തേഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രിപീറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ എന്നുള്ള ടേംസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടേംസ് ക്രിറ്റിസിസിൽ എന്താണ് എന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയാം. അടുത്തത് സ്ട്രക്ചറലിസമാണ്. സ്ട്രക്ചറലിസത്തിന് ചോദ്യം വരാത്ത ഒരു പരീക്ഷ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സ്ട്രക്ചറലിസം എവിടെയാണ് ആദ്യമായി വന്നത്, ആദ്യമായി രൂപം കൊണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ഫ്രാൻസിലാണ്. 1929 റോമൻ ജക്കോബ്സൺ ആണ് സ്ട്രക്ചറലിസം എന്നുള്ള ടേം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഫ്രാൻസിലാണ് ആദ്യമായിട്ട് വന്ന ഒരു മൂവ്മെൻറ്റ്. റോമൻ ജക്കോബ്സൺ 1929 സ്ട്രക്ചറലിസം എന്നുള്ള ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോഷ്യറില്ലേ, ഫെർഡിനാൻഡ് ഡി സോഷ്യറിൻ്റെ ലിംഗ്വിസ്റ്റിക് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സ്ട്രക്ചറലിസം വന്നിരിക്കുന്നത്. ഫോണീം, ഡയക്രോണിക്, സിങ്ക്രോണിക്, ഇതൊക്കെ ലിംഗ്വിസ്റ്റിക്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സോഷ്യർ. അതും ചോദിക്കാം, 4 ടേംസ് തന്നിട്ട് ഓഡ് വൺ ഔട്ട് ചോദിക്കുക. അപ്പോൾ എപ്പോഴും സോഷ്യറായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ഡയക്രോണിക്, സിങ്ക്രോണിക്, ഫോണിയും ഒക്കെ. സോഷ്യർ, അതേപോലെ തന്നെ ലെവിസ്ട്രോസ്, ബാർത്തസ്, റൊളാൻഡ് ബാർത്തസ്, ജൊനാഥൻ കല്ലർ, ഇവരൊക്കെയും ഈ സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. ലെവിസ്ട്രോസിൻ്റെ വർക്കിൽ വന്നിട്ടുള്ളൊരു ടേമാണ് ബൈനറി ഓപ്പോസിഷൻ. ഈ ബൈനറി ഓപ്പോസിഷനൊക്കെ സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുമായി ബൈനറി ഓപ്പോസിഷൻ എന്നുള്ള ടേമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രിട്ടിക്കാരാണ് ലെവിസ്ട്രോസ്. ഇപ്പോൾ നോക്ക്, 6 മിനിറ്റിൽ നമ്മളൊരു 20 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിന് 60 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും ലേണേഴ്സ് ഫ്രണ്ട്ലിയിലൂടെ. കാരണം കുറഞ്ഞ സമയത്തിനുള്ള കൂടുതൽ പോയിൻ്റ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ PGക്കും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതേപോലെ എല്ലാ തിയറിയും ഇങ്ങനെ പരത്തി പഠിക്കേണ്ട കാര്യമില്ല. പോയിൻ്റായിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. നമ്മളിപ്പോൾ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിൻറ്റും നിങ്ങൾക്ക് ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിയോ ക്ലാസ്സിന് പുറമെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളും നിങ്ങൾക്ക് റിവിഷൻ്റെ ടൈമിൽ കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എനിക്കിങ്ങനെ വലിയ ലെങ്തി വീഡിയോ ഇടാൻ ഇഷ്ടമല്ല. കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കോൺടാക്റ്റ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്മൈലി എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.